പശ്ചിമേഷ്യ ഒന്നടങ്കം വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തി ഒമാന്റെ തന്ത്രപ്രധാനമായ എണ്ണ കയറ്റുമതി തുറമുഖത്തിനു നേരെ ഭീകരമായ ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ കേന്ദ്രമായ മിന അൽ ഫഹാൻ ടെർമിനലിന് സമീപമാണ് വൻ സ്ഫോടനമുണ്ടായത്. ഇതേ തുടർന്ന് രാജ്യം തങ്ങളുടെ അസംസ്കൃത എണ്ണ കയറ്റി അയക്കുന്ന പ്രക്രിയകൾ പൂർണ്ണമായും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കടലിലെ എണ്ണക്കപ്പലുകൾ വന്നടുക്കുന്ന മൂറിംഗ് ബർത്തുകൾക്ക് സമീപമാണ് അതിശക്തമായ സ്ഫോടനമുണ്ടായത്. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇതൊരു ഡ്രോൺ ആക്രമണമാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഒമാൻ അധികൃതരോ സൈന്യമോ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന കാര്യം ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര ഊർജ്ജ മേഖലയെയും ഒരേ സമയം നടക്കുന്നതായിരുന്നു ഈ പെട്ടെന്നുള്ള സ്ഫോടനം. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒമാൻ ഉൾക്കടലിൽ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടലിടുക്കായ സ്ട്രീറ്റ് ഓഫ് ഹോർമുസിന് തൊട്ടുപുറത്തായാണ് മിന അൽ ഫഹാൽ സ്ഥിതി ചെയ്യുന്നത്. ഒമാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവരക്തമായ എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും നടക്കുന്നത് ഈ ടെർമിനൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മേലുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെയും ഈ സംഭവം കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായി എണ്ണ കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ അത് ആഗോള കപ്പൽ കമ്പനികളെ ഇവിടേക്കുള്ള സർവീസുകളിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കും. ഇത് ചരക്ക് കൂലി വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി ലോകമെമ്പാടും വിലക്കയറ്റം ഉണ്ടാകുന്നതിനും കാരണമായേക്കാം. പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെ നിലനിൽക്കുന്ന പ്രാദേശിക സംഘർഷങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ഭീതിയാണ് ഈ പുതിയ സംഭവം ഉണ്ടാക്കുന്നത്. ഇസ്രയേൽ ഇറാൻ തർക്കങ്ങളും ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങളും കാരണം ഇതിനകം തന്നെ ആഗോള കപ്പൽ ഗതാഗതം സങ്കീർണമാണ്. ഇതിനിടയിലേക്കാണ് സമാധാനത്തിന്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഒമാൻ അതിർത്തിയിലേക്കും യുദ്ധത്തിന്റെ നിഴൽ പടരുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സോ ആണോ എന്ന സംശയം പല പാശ്ചാത്യ പ്രതിരോധ നിരീക്ഷകരും പ്രകടിപ്പിക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരു സ്ഥിരം യുദ്ധമുറിയായി മാറിയിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരം ആത്മഹത്യാ ഡ്രോണുകൾക്ക് സാധിക്കും. എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ഒമാൻ ഭരണകൂടവും സൈന്യവും തുറമുഖത്തും പരിസര പ്രദേശങ്ങളിലും കടുത്ത സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. കടലിലൂടെയും ആകാശത്തിലൂടെയുമുള്ള നിരീക്ഷണം ശക്തമാക്കി. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് എണ്ണക്കപ്പലുകളിലേക്ക് ക്രൂഡ് ഓയിൽ നിറയ്ക്കുന്ന പ്രക്രിയ അടിയന്തരമായി നിർത്തിവെക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. മിന അൽ ഫഹാൻ ടെർമിനൽ എത്ര നാളത്തേക്ക് അടച്ചിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സ്ഫോടനത്തിൽ തകർന്ന ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സുരക്ഷാ പരിശോധനകൾ നടത്താനും ദിവസങ്ങൾ എടുത്തേക്കാം. ഇത് ഒമാന്റെ പ്രതിദിന എണ്ണ വിതരണ കരാറുകളെയും വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തെയും ദോഷകരമായി ബാധിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ഒമാൻ പ്രധാനമായും തങ്ങളുടെ അസംസ്കൃത എണ്ണ കയറ്റി അയക്കുന്നത്. ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഒമാൻ എണ്ണ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ മിന അൽ ഫഹാലിലെ പ്രതിസന്ധി ഈ രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഈ ആക്രമണ വാർത്തയ്ക്ക് പിന്നിലെ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധഭീതി നിലനിൽക്കുന്നിടത്തോളം കാലം വിപണിയിൽ ഈ അസ്ഥിരത തുടരും. എണ്ണ വിപണിയിലെ ഈ മാറ്റങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമായിരിക്കും ഉണ്ടാക്കുക. ഒമാൻ സാധാരണയായി പശ്ചിമേഷ്യൻ തർക്കങ്ങളിൽ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇടയിൽ പലപ്പോഴും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ഒമാനാണ്. എന്നിട്ടും ഒമാന്റെ തന്ത്രപ്രധാനമായ ഈ സാമ്പത്തിക കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായത് ആഗോള സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന മറ്റ് അന്താരാഷ്ട്ര സൂപ്പർ ടാങ്കറുകൾ സുരക്ഷിതമായ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമുദ്രത്തിലൂടെയുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള നാവിക സംവിധാനങ്ങൾക്ക് പൂർണ്ണമായി സാധിക്കുന്നില്ല എന്ന പരിമിതിയും ഈ സംഭവം തുറന്നു കാട്ടുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റ് ഈ മേഖലയിൽ സജീവമായി നിരീക്ഷണം നടത്തുന്നുണ്ട്.
ഒമാന്റെ അഭ്യർത്ഥന പ്രകാരം ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം തേടിയേക്കും. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അത് എവിടെ നിന്ന് തൊടുത്തുവിട്ടതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കുമോ അതോ ഇതൊരു നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായി അവശേഷിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറാൻ ഒരൊറ്റ സ്ഫോടനം മതിയെന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ് ഒമാനിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ.